ഇതെന്നാന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ വേലിച്ചീര. പിന്നെ വേറെ ഏതാണ്ടൊക്കെ പേരുണ്ട്. ഇവിടെ പറയുന്നത് വേലിച്ചീര എന്ന് പറയും. ഞങ്ങൾ നാട്ടിൽ പറയുന്നത് കരിയാപ്പല ചീരയെന്ന്. കറിവേപ്പിൻ്റെ ഇല പോലെയല്ലേ ഇരിക്കുന്ന ഓരോ ഇതളതളായിട്ട്. അതുകൊണ്ട് ഇതിനെ കരിയാപ്പല ചീരയെന്ന് പറയും. ഈ ചീര കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വല്ല പ്രാണിയോ ഒക്കെ ഉണ്ടോയെന്ന് നോക്കി നല്ല ഇല മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകണം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചിങ്ങനെ എടുത്ത് കയ്യിലോട്ട് കൂട്ടി പിടിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് ഇങ്ങനെ ഒട്ടും കുഴഞ്ഞു പോകുന്ന ചീരയല്ല കേട്ടോ, നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇത് പരിപ്പും ചേർത്ത് വെക്കാം, പിന്നെ മുട്ട ചേർത്തൊക്കെ വെക്കാം. ഒന്നുമില്ലാതെ ഇന്ന് ഈ ചീര മാത്രമായിട്ടാണ് ഞാൻ വെക്കുന്നത്. നല്ല ടേസ്റ്റ് കേട്ടോ ഇത്. ഈ ചീര ഉള്ളവരൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ പറിച്ചൊന്ന് കറി വെച്ച് നോക്കണേ. ഒരിടയ്ക്ക് ഇത് ആൾക്കാർ ഉപയോഗിക്കുമല്ലോ നാട്ടിൻപുറത്ത്, ഇത് കഴിച്ചാൽ ക്യാൻസർ വരുമെന്നും പറഞ്ഞ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ പറമ്പിലും ഇത് തന്നെ കിളിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇത് നട്ട് വളർത്തുകയൊക്കെ ചെയ്യുന്നു. ഞങ്ങളുടെ പറമ്പിലൊന്നും ഇപ്പോൾ ഇത് കാണുന്നില്ല. അപ്പോൾ ഇത് മുഴുവനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഈ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണണേ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ആദ്യം കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അങ്ങനെ ചീരയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് അരപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള തേങ്ങ മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി കാന്താരി മുളകും ചുമന്നുള്ളിയും കൂടെ ചേർക്കാം. ഒരു കഷ്ണം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. തോരൻ്റെ പരുവത്തിൽ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിനകത്ത് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുന്ന പോലെ കടുകിടാം. കടുക് പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിൻ്റെ അകത്തോട്ടിടാം. ചീര ചൂട് തട്ടുമ്പോഴത്തേക്ക് എല്ലാം കൂടി ഒന്ന് ചുങ്ങിപ്പോകും കേട്ടോ, പകുതിയായി പോകും. ചീരയെല്ലാം കൂടി അതിനകത്തോട്ടിട്ടു. ഇത് കണ്ടോ, നമ്മളിട്ട ചീരയൊക്കെ നേരെ പകുതിയായി വന്നിട്ടുണ്ട്. ഇത് ഏകദേശം വേവായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിലർ ഇത് കുക്ക് ചെയ്യാനായിട്ട് വെള്ളമൊക്കെ ഒഴിക്കുക, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചീര ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. നമ്മൾ ചതച്ച് വെച്ചിരുന്ന തേങ്ങ ഇട്ടു. ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി കുറച്ച് നേരം വെച്ച് ഒരു 2-3 മിനിറ്റ് മതി. ആവി കയറുന്നിടം വരെ ഒന്ന് വെച്ച് ആവി കയറ്റി ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. ഒട്ടും വെള്ളമയമില്ല കേട്ടോ, വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒഴിച്ച എണ്ണ മാത്രം മതി. ഇനി അതൊന്ന് മൂടി വെക്കട്ടെ. മൂടി തുറന്ന് ഒന്ന് ഇളക്കിയിട്ടു. തീ വളരെ കുറച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്ന് നോക്കി. ഇപ്പോൾ നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി അരപ്പും ചീരയും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ഇതിന് വളരെ കുറച്ച് മതി കേട്ടോ. നമ്മൾ ചീര അരിയുന്നത് നോക്കി തേങ്ങ എടുക്കരുത്. ചീരയൊന്ന് വാടി കഴിയുമ്പോൾ തീരെ കുറഞ്ഞു പോവും. നമ്മൾ അരിഞ്ഞതിൻ്റെ 4-1 പോകും. അതിനനുസരിച്ച് തേങ്ങ എടുക്കാവുള്ളേ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി
ഇലയുമായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീരയാണിത്. അങ്ങനെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ ചീര ഉള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.